ഹായ് എവരിവൺ. നമ്മൾ ഇന്ന് എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃത്യംഗ നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിലൂടെ ചെയ്യാൻ പോകുന്നത് എക്സ്പോണൻസിലെ കുറച്ച് മോഡലുകൾ പരിചയപ്പെടും. അതോടൊപ്പം തന്നെ ഈ പോർഷനിൽ നിന്ന് ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ മോഡലും എഴുതുക, നോട്ട്സ് എഴുതിയെടുക്കുക. ദെൻ ആ ഓരോ പ്രോബ്ലം ചെയ്യുന്ന എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക, ഡൗട്ടുള്ളത് ചോദിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. കൃത്യംഗ നിയമങ്ങളാണ്. ഇക്വേഷൻസ് കുറച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇക്വേഷൻസ് ഇവിടെ ഒരുമിച്ച് നോക്കണ്ട, നമുക്ക് ഓരോ മോഡൽ പഠിക്കുമ്പോഴും അത് പഠിച്ചു തന്നെ പോകാം. സോ നമുക്ക് ഫസ്റ്റ് മോഡലിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് മോഡലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടാണ്. അതായത് ഇപ്പോൾ a⁻m എന്ന് പറഞ്ഞൊരു എക്സ്പോണന്റും a⁻n എന്ന് പറഞ്ഞൊരു എക്സ്പോണന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് എക്സ്പോണന്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ രണ്ടിൻ്റെയും ബേസ് സെയിം ആണെങ്കിൽ ആ ബേസ് അതേപോലെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ പവേഴ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, എമ്മും എന്നും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, a⁻m+n എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് പഠിക്കാനുള്ള റിസൾട്ട് എന്താണ്, a⁻m ഇൻറ്റു a⁻n ഈസ് ഈക്വൽ ടു a⁻m+n എന്നുള്ളതാണ് ആദ്യം പഠിക്കാനുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2⁵ ഇൻറ്റു 2�9 എന്നുള്ളതാണ് ഒന്നാമത്തെ മോഡൽ. 2⁵ ഇൻറ്റു 2�9. ഇത് a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്തായിരുന്നു a⁻m ഇൻറ്റു a⁻n റിസൾട്ട്? a⁻m ഇൻറ്റു a⁻n റിസൾട്ട് a⁻m+n ആയിരുന്നു. അപ്പോൾ 2⁵ ഇൻറ്റു 2�9 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2⁵+9 ആയിരിക്കും. 2⁵+9 എന്ന് പറഞ്ഞാൽ 2⁴ എന്ന് കിട്ടും. സോ ക്വസ്റ്റ്യൻ എയുടെ ആൻസർ എത്രയാണ്? ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ എന്താണ് വേണ്ടത്, 2⁴. അതായത് നമ്മുടെ ഈ സി എന്നുള്ള ഓപ്ഷനാണ് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. രണ്ടാമത്തെ ചോദ്യം നോക്കേ. രണ്ടാമത്തെ ചോദ്യം നിൽക്കുന്നത് 3⁻³ ഇൻറ്റു 3�9 എന്നാണ്. 3⁻³ ഇൻറ്റു 3�9. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. എന്ത് കിട്ടും, ആ 3 അതേപോലെ എഴുതി, ഇനി ആ എക്സ്പോണൻസ് പവേഴ്സ് ആഡ് ചെയ്യുകയാണ്, -3+9 ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് കിട്ടും, 3⁻³ കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. സോ ആൻസർ വരേണ്ടത് എന്താണ്, ആൻസർ വരേണ്ടത് 3�6. സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താണ്? ഒന്നാമത്തെ ഇക്വേഷൻ പഠിച്ചത് a⁻m ഇൻറ്റു a⁻n വരികയാണെങ്കിൽ അതിന്റെ ആൻസർ എന്ത് വരണം എന്നാണ് പഠിച്ചത്, a⁻m+n എന്ന് വരണം പഠിച്ചത്. ദെൻ രണ്ടാമത്തെ മോഡലാണ്. രണ്ടാമത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ്പോണൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ a⁻m-നെ a⁻n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. a⁻m-നെ a⁻n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അപ്പോൾ രണ്ട് എക്സ്പോണൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും ബേസ് സെയിം ആണെങ്കിൽ ആ ബേസ് അതേപോലെ എഴുതിയിട്ട് ആ പവറിനെ എന്ത് ചെയ്താൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ വരേണ്ടത് a⁻m-n ആണ്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 4⁵ ഡിവൈഡഡ് ബൈ 4⁻⁻7. a⁻m ഡിവൈഡ് ബൈ a⁻n ആണ്. എന്താ റിസൾട്ട് വരണ്ടേ, a⁻m- എന്ന് വരണ്ടേ. സോ നമുക്ക് ആൻസർ എഴുതാം 4⁻³ - എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 4⁻3+7 ഈക്വൽ ടു 4⁻3+7 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 ആണ്. സോ ഇതിന്റെ ആൻസർ വരേണ്ടത് 4⁻10 ആണ്. അടുത്തൊരു ചോദ്യമാണ് 2⁻6 ഡിവൈഡഡ് ബൈ 2⁻8. 2⁻6 ഡിവൈഡഡ് ബൈ 2⁻8. ആൻസർ വരേണ്ടത് 2⁻6 -8. അതായത് 2⁻6 + 8 എന്ന് കിട്ടും. എന്നാൽ എത്രയാണ്, അത് 2² ആണ്. സോ ക്വസ്റ്റ്യൻ ആൻസർ വരേണ്ടത് എന്താണ്, 2² എന്നാണ് വേണ്ടത്. ഇവിടെ 2² എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ബി ഓപ്ഷൻ 2² എന്ന് കിടപ്പുണ്ട്. അടുത്ത മൂന്നാമത്തെ മോഡലാണ്. മൂന്നാമത്തെയും നാലാമത്തെയും മോഡൽ ഇക്വേഷൻ ഒരുമിച്ച് പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ നോക്കേ, നമ്മൾ ഇവിടെ പഠിച്ച ഇക്വേഷൻസിന്റെ പ്രത്യേകത എന്തായിരുന്നു, ഇപ്പോൾ ഇവിടെ ബേസ് സെയിം ആയിട്ട് വന്നു, പവർ ഡിഫറെൻ്റ് ആയിട്ട് വന്ന മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഇനി ഞാൻ പറയാവുന്ന മോഡൽ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ a⁻n ഇൻറ്റു b⁻n. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബേസ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ പവർ സെയിം ആണ്. ബേസ് ഡിഫറെൻ്റ് ആണ്, പവർ സെയിം ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തെന്ന് അറിയാമോ, ആ ബേസുകൾ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ആ പവർ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ a⁻n ഇൻറ്റു b⁻n എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്, ab² ആണ്. സെയിം ഇതേപോലെ തന്നെ a⁻n ഡിവൈഡഡ് ബൈ b⁻n വരികയാണെങ്കിൽ നമ്മൾ അത് എങ്ങനെ കൊടുക്കുമെന്ന് അറിയാമോ, a/b² എന്ന് കൊടുക്കും. a⁻n ഡിവൈഡഡ് ബൈ b⁻n എന്നുള്ളത് എങ്ങനെ കൊടുക്കും,
എ ബൈ ബി ദ ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ ഒരു ചോദ്യമാണ് 8⁴ ഇൻറ്റു 7⁴. എന്താണ് പ്രത്യേകത? ഇവിടുത്തെ പവർ സെയിം ആണ്, ബേസ് ഡിഫറൻ്റ് ആണെങ്കിലും പവർ സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 8 ഗുണം 7 എത്രയാ? 56. 56⁴ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം കിടക്കുന്നത് 2�3 ഇൻറ്റു 3�3. അടുത്ത ചോദ്യം കിടക്കുന്നത് ഇതാണ് 2�3 ഇൻറ്റു 3�3. ഇവിടുത്തെ എന്ത് സെയിം ആണ്? പവർ സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബേസുകൾ മൾട്ടിപ്ലൈ ചെയ്യും. 2 × 3 എത്ര ആവും? 6 ആവത്തില്ലേ? സോ ആൻസർ 6³ എന്നാണ് കിട്ടേണ്ടത്. ഇനി ഇതാ നോക്കേ, ഈ നാലാമത്തെ മോഡലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. 14⁵ ഡിവൈഡഡ് ബൈ 7⁵. രണ്ടിൻ്റെയും പവർ സെയിം ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? 14/7 ദ ഹോൾ റേസ് ടു 5 എന്ന് എഴുതാം. 14/7 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2⁵ എന്ന് കിട്ടും ആൻസർ. എന്താ കിട്ടുന്നത്? 2⁵. ഓക്കെ, ഒരു ചോദ്യം കൂടെ നോക്കാം. അതാ നോക്കേ, നമ്മുടെ ചോദ്യം ആ 8ാമത്തെ ചോദ്യം കണ്ടോ? 8ാമത്തെ ചോദ്യം എന്താണ്? 8⁵ ഡിവൈഡ് ബൈ 2⁵. 8⁵ ഡിവൈഡഡ് ബൈ 2⁵. രണ്ടിൻ്റെയും പവർ സെയിം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ 8/2 ദ ഹോൾ റേസ് ടു 5 എന്ന് എഴുതാം. 8/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 8/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ ആൻസർ വരേണ്ടത് 4⁵ ആണ്. 4⁵ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. ഓക്കെ, അടുത്ത മോഡല് ഓക്കെ, ഇടയ്ക്ക് ഒരു പേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ മോഡൽ ഏതെങ്കിലും പറഞ്ഞങ്ങ് പോവാം. മോഡൽ 5ാമത്തെ മോഡൽ, നമുക്ക് 7ഉം 8ഉം ആണ് എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ മോഡൽ ഞാൻ പറയാം. 5ാമത്തെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കേ, ഇപ്പോൾ 3⁻⁻4ൻ്റെ ആൻസർ എന്താണ്? 3⁻⁻4ൻ്റെ ആൻസർ. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ റേസ് ടു മൈനസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ചെയ്താൽ മതി. ഇപ്പോൾ 3⁻⁻4ൻ്റെ റിസൾട്ട് 1/3. ആ മൈനസ് മാറാൻ വേണ്ടി അതിനെ 1/, എന്ന് എഴുതിയാൽ മതി. റിസൾട്ട് ഇതാണ്. a⁻n എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് 1/a⁻n ആണ്. അപ്പം 5ാമത്തെ മോഡൽ നമുക്ക് പഠിക്കാനുള്ള റിസൾട്ട് ഇതാണ്. a⁻n is equal to 1/a⁻n നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതൊരു നമ്പർ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ 3⁻⁻4 ആയപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടി. ഇതൊരു ഫ്രാക്ഷൻ ആയിരുന്നെങ്കിലോ? ഇപ്പോൾ നമുക്ക് പറയുകയാണ് 3/5 ദ ഹോൾ റേസ് ടു -2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 3/5 ദ ഹോൾ റേസ് ടു -2 എന്തിന് ഈക്വൽ ആണ്? നമ്മളിവിടെ എന്താ പഠിച്ചേക്കുന്നത്? മൈനസ് മാറാൻ വേണ്ടി ഇയാളെ തിരിച്ചിട്ടാന്നല്ലേ പഠിച്ചത്. അപ്പോൾ ഇയാളെ തിരിച്ചിട്ട് എന്താ കിട്ടുന്നത്? 3/5നെ തിരിച്ചിടുമ്പോൾ അത് 5/3 ആയിട്ട് മാറും. സോ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 5/3യുടെ സ്ക്വയർ ആണ്. അപ്പം 3/5 ദ ഹോൾ റേസ് ടു -2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മൈനസ് മാറാൻ വേണ്ടി തിരിച്ചിടും. അപ്പോൾ 5/3⁻2 ആവും. 5/3⁻2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5ന്റെ സ്ക്വയർ 25ഉം 3യുടെ സ്ക്വയർ 9. സോ അതിൻ്റെ ഫൈനൽ ആൻസർ നിങ്ങൾ കിട്ടേണ്ടത് എത്രയാ? 25 ഡിവൈഡഡ് ബൈ 9 ആണ്. അടുത്ത 6ാമത്തെ മോഡൽ എന്ന് പറയുന്നത്, അപ്പോൾ 5ാമത്തെ മോഡൽ നമ്മൾ പഠിച്ചത് എന്താണ്? a⁻n ഈക്വൽ ടു 1/a⁻n. അതായത് മൈനസ് വന്നു കഴിഞ്ഞാൽ ആ മൈനസ് മാറ്റാൻ വേണ്ടി ന്യൂമറേറ്ററിലാണെങ്കിൽ അതിനെ ഡിനോമിനേറ്റർ കൊണ്ടുപോവുക, ഡിനോമിനേറ്റർ ആണെങ്കിൽ അതിനെ ന്യൂമറേറ്റർ കൊണ്ടുപോവുക, ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചങ്ങ് ഇട്ടാൽ മതി, ആൻസർ ആവും. ഓക്കെ, 6ാമത്തെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പോണന്റ് റേസ് ടു 0 എടുക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ n⁻0 ഈക്വൽ എത്രയാണ്? 1. ഏത് നമ്പർ റേസ് ടു 0 എടുത്താലും ആൻസർ എത്രയാണ് കിട്ടുന്നത്? ആൻസർ 1 എന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ നമുക്കൊരു ചോദ്യം വരികയാണ്, ഫൈൻഡ് ദി വാല്യൂ ഓഫ് -19⁻0. ആൻസർ എത്രയാ? ആൻസർ 1 ആണ്. ഇനി ചോദ്യം വരികയാണ് 5/9⁻0. ആൻസർ എത്രയാണ്? ആൻസർ 1 ആണ്. ഏത് നമ്പർ റേസ് ടു 0 വന്നാലും ആൻസർ എത്രയാണ്? ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അടുത്ത 7ാമത്തെ മോഡലാണ്. 7ാമത്തെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയോ, എന്താണ് 7ാമത്തെ മോഡൽ എന്ന്? ഇപ്പോൾ a⁻m ദ ഹോൾ റേസ് ടു n എന്ന് വന്നാൽ എന്ത് ചെയ്യും? ഈക്വൽ ടു ഇത്രയേ ഉള്ളൂ, a⁻m × n. ഇതാണ് ആൻസർ വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇവിടെ എഴുതാം.
2⁵ the whole raised to 3. എത്ര ആയിരിക്കും ആൻസർ? 2⁵ into 3. 5 into 3 എന്ന് പറഞ്ഞാൽ 15. മനസ്സിലായോ? അപ്പോൾ a⁻m the whole raised എന്ന് പറഞ്ഞാൽ a⁻mn എന്നാണ് കിട്ടുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വേറൊരു രീതിയിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതാഞ്ഞത്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം പറഞ്ഞിരിക്കുന്നതാണ് 16⁵5/4. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് 16⁵5/4. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? a⁻m the whole raised എന്ന് പറഞ്ഞാൽ a⁻mn ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിലെ നിങ്ങൾ ഇങ്ങനെ മാറ്റി എഴുതുക അതിനെ. 16⁴ the whole raised to 5. അതായത് ഇവിടുത്തെ ഫ്രാക്ഷൻ അല്ലേ, ഇവിടുത്തെ ഫ്രാക്ഷൻ 5/4 പവറായിട്ട് വന്നിരിക്കുന്ന 5/4 ആ 5നെ ബ്രാക്കറ്റിന് വെളിയിലും കൊടുക്കുക. 5 മാറ്റിയാൽ ബാക്കി അവിടെ 1/4 അല്ലേ ഉള്ളത്. 1/4നെ ബ്രാക്കറ്റിനകത്തും കൊടുക്കുക. ഇതേപോലെ വരുന്ന ഏത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫ്രാക്ഷൻ എടുക്കുക, ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ എടുത്ത് അങ്ങ് വെളിയിൽ എഴുതുക, ബ്രാക്കറ്റിന് പുറത്ത് എഴുതുക. അതിന് ശേഷം ബാക്കിയുള്ളത് എടുത്ത് അകത്ത് എഴുതുക. അപ്പൊ എന്താ വന്നിരിക്കുന്നത് ഇവിടെ? 16⁴ the whole raised to 5 എന്നാണ് വന്നിരിക്കുന്നത്. 16⁴ the whole raised to 5 എന്നാണ് വന്നിരിക്കുന്നത്. ഇനി ഇതെങ്ങനെ ചെയ്യുന്ന അറിയാമോ? ഈക്വൽ ടു 16നെ ഞാൻ മാറ്റി എഴുതുക. 16 നോക്കേ, 16 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 8 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കിട്ടും. അപ്പൊ എങ്ങനെ എഴുതാം നമുക്കിതിനെ? 2⁴ എന്ന് എഴുതാം. 2⁴. അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട് കേട്ടോ, ഇത് വേണ്ട, ഈ സ്റ്റെപ്പ് ഞാൻ കളയുക. 16 നമ്മൾ ഈ സ്റ്റെപ്പ് ഇനി ആലോചിച്ച് സമയം കളയണ്ട. 16⁵5/4. 16നെ ഫാക്ടറൈസ് ചെയ്തു. ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 2⁴ എന്ന് കിട്ടി. അപ്പൊ 2⁴ the whole raised to 5/4 എന്നായി ക്വസ്റ്റ്യൻ. 2⁴ the whole raised to 5/4. ഇത് ഏത് റിസൾട്ട് ആണ്? a⁻m the whole raised to n അല്ലേ? a⁻m the whole raised to പറഞ്ഞാൽ a⁻m into n, that is 2⁴ into 5/4. 4 കട്ട് ചെയ്തു. ആൻസർ എന്ത് കിട്ടും? ആൻസർ 2⁵5 കിട്ടും. അപ്പോൾ 16⁵5/4 ഈക്വൽ ടു 16 എങ്ങനെ എഴുതി? 2⁴ എന്ന് എഴുതി. 2⁴ the whole raised to 5/4. then a⁻m the whole raised to എന്ന് പറഞ്ഞാൽ a⁻m into n അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 2⁵5 എന്ന് കിട്ടി. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇതാണ്. 3⁻q the whole raised to 5 ഈക്വൽ ടു 3⁻20 ആയാൽ q എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3⁻q the whole raised to 5 ഈക്വൽ ടു 3⁻20 ആയാൽ q എത്രയാണ്? നോക്കേ, ഇവിടെ റിസൾട്ട് അപ്ലൈ ചെയ്യുക. a⁻m the whole raised to എന്ന് പറഞ്ഞാൽ a⁻m into n, a⁻mn, that is q into 5q എന്ന് വരും. 3⁵5q is equal to 3⁻20. അപ്പോൾ ഈ രണ്ട് എക്സ്പോണൻസ് ഈക്വൽ ആണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് എക്സ്പോണൻസ് ഈക്വൽ ആണ്, അതിന്റെ ബേസും ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? പവർ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് 5q is equal to 20. 5q equal to 20 ആണെങ്കിൽ q equal to എന്തായിരിക്കും? q equal to 20 divided by 5. 20 divided by 5 എന്നെങ്കിൽ എത്രയാണ്? 4 ആണ് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 7 മോഡലുകൾ പറഞ്ഞു കഴിഞ്ഞു. 8ാമത്തെ മോഡലിലേക്കാണ് പോകുന്നത്. ഞാൻ സ്പീഡിൽ പറഞ്ഞങ്ങ് പോവാം. നിങ്ങൾ യൂട്യൂബ് വീഡിയോ അല്ല, നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുകയോ അല്ലെങ്കിൽ ഡൗട്ടുള്ള പോർഷൻസ് ചോദിക്കുകയോ ചെയ്യുക. ഓക്കെ, അടുത്ത നമ്മൾ 8ാമത്തെ മോഡലിലേക്ക് പോവുകയാണ്. എന്താണ് 8ാമത്തെ മോഡൽ നോക്കേ. x+1 / x = 2 ആണെങ്കിൽ x² + 1 / x² എന്താണ് എന്നാണ് ചോദ്യം. ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഇതാണ്. x+1 / x എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ x² + 1 / x² എന്താണെന്ന്. ഇത്രയേ ഉള്ളൂ. x+1 / x തന്നിട്ട് x² + 1 / x² ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 2² - 2, ദാറ്റ് ഈസ് 4 - 2. 4 - 2 എത്രയാണ്? 2. അപ്പോൾ റിസൾട്ടായിട്ട് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? x+1 / xന്റെ വാല്യൂ a ആണ് എങ്കിൽ x² + 1 / x² വാല്യൂ a² - 2 ആയിരിക്കും. ഇപ്പോൾ നോക്കേ, അടുത്ത ചോദ്യം നോക്ക്. x+1 / xന്റെ വാല്യൂ 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. x+1 / xന്റെ വാല്യൂ 3 ആണ് എങ്കിൽ x² + 1 / x² എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? 3² - 2. 3² എന്ന് പറഞ്ഞാൽ എത്രയാ? 9 - 2. 9 - 2 എന്ന് ആൻസർ എത്ര കിട്ടും? ആൻസർ 7 കിട്ടും. അപ്പോൾ എന്താ റിസൾട്ട്? x+1 / x ഉണ്ട്. x² + 1 / x² കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ a² - 2. ഇനി വരെ തിരിച്ചു ചോദിക്കാം. എങ്ങനെയാണെന്നറിയാമോ? നമുക്കിവിടെ ഇപ്പം x+1 / x ആണ് തന്നിരിക്കുന്നത്. പകരം എന്ത് തരികയാണ്? x - 1 / x തരികയാണ്. തൊട്ട് താഴത്തെ ക്വസ്റ്റ്യൻ കണ്ടോ?
ഇതാ ഇവിടെ ഈ ഒമ്പതാമത്തെ മോഡൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. എക്സ് മൈനസ് 1/x 2 ആണ് എങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്തായിരിക്കും? ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മളിവിടെ ക്വസ്റ്റിന് പ്ലസ് ആയിരുന്നപ്പോൾ മൈനസ് ചെയ്യുക ചെയ്തത്, മൈനസ് ആയിരുന്നപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2² പ്ലസ് 2. 2² പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 4+2. 4+2 എത്ര കിട്ടേണ്ടത്? 6 ആണ് കിട്ടേണ്ടത്. സോ ഇതിൻ്റെ ആൻസർ 6 ആണ്. ഈ ചോദ്യത്തിന് ആൻസർ എത്രയാണ് കിട്ടേണ്ടത്? 6 ആണ് കിട്ടേണ്ടത്. ഓക്കെ, കണ്ടോ ഇക്വേഷൻ കണ്ടോ? എക്സ് മൈനസ് 1/x എന്ന് പറയുന്നത് എന്താണെങ്കിൽ എ ആണ് എങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്ന് പറയുന്നത് എന്തായിരിക്കും? a² പ്ലസ് 2 ആയിരിക്കും. ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. എക്സ് മൈനസ് 1/x എന്ന് പറയുന്നത് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് മൈനസ് 1/x 4 ആണ് എങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്തായിരിക്കും എന്ന് ചോദിക്കുക. നമ്മൾ ആൻസർ എന്താ പറയേണ്ടത്? 4² പ്ലസ് 2 ആയിരിക്കും. 4² എത്രയാ? 16 പ്ലസ് 2. 16 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 18. സോ ഇതിന്റെ ആൻസർ വരേണ്ടത് എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ വരേണ്ടത്. 18 ആണ് ആൻസർ വരേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇപ്പോഴത്തെ രണ്ട് മോഡൽ ഇച്ചിരി വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയാ? എക്സ് പ്ലസ് 1/x തന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1/x² കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതേപോലെ എക്സ് മൈനസ് 1/x തന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1/x² കണ്ടുപിടിക്കാനും പറഞ്ഞു. ഇനി സെയിം ഇതേ മോഡൽ തന്നെയാണ് അടുത്തതും വരുന്നത്. അതായത് എക്സ് പ്ലസ് 1/x തരുന്നു. ആ എക്സ് പ്ലസ് 1/x എ ആണ് എങ്കിൽ നമ്മളിത് കണ്ടുപിടിക്കാൻ പറയുന്നത് x³ പ്ലസ് 1/x³ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആൻസർ വരേണ്ടത് a³ മൈനസ് 3a. എന്താ റിസൾട്ട് വരേണ്ടത്? a³ മൈനസ് 3a. എക്സ് പ്ലസ് 1/x എ ആണെങ്കിൽ x³ പ്ലസ് 1/x³ എന്തായിരിക്കും? a³ മൈനസ് 3a. ഏതാ ഒരു എക്സാമ്പിൾ നോക്കാം. കണ്ടോ എക്സ് പ്ലസ് 1/x 2 ആന്ന് പറഞ്ഞേക്കുന്നുണ്ടോ? എക്സ് പ്ലസ് 1/x ഇവിടെ 2 ആന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? x³ പ്ലസ് 1/x³ കണ്ടുപിടിക്കണം. എന്തായിരിക്കും റിസൾട്ട്? 2³ മൈനസ് 3 ഇൻറ്റു 2. 2³ എന്ന് പറഞ്ഞാൽ എന്താണ്? 8 മൈനസ് 3 ഇൻറ്റു 2 6. 8 മൈനസ് 6 എന്ത് കിട്ടും? 2 കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. ഓപ്ഷൻ എ 2 ആണ് ആൻസർ കിട്ടേണ്ടത്. അതുകൊണ്ട് ഒരു ചോദ്യങ്ങൾ കണ്ടോ? എക്സ് പ്ലസ് 1/x 3 ആണ് എങ്കിൽ എക്സ് പ്ലസ് 1/x 3 ആണെന്നുണ്ടെങ്കിൽ x³ പ്ലസ് 1/x³ എന്തായിരിക്കും? 3³ മൈനസ് 3 ഇൻറ്റു 3. അപ്പോൾ 3³ എന്ന് പറഞ്ഞാൽ 27 മൈനസ് 9. 27 മൈനസ് 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത മോഡൽ എന്തായിരിക്കും? നമ്മൾ പറയുമ്പോൾ അടുത്ത മോഡൽ എക്സ് മൈനസ് 1/x എ ആണ് എന്നുണ്ടെങ്കിൽ x³ മൈനസ് 1/x³ എന്തായിരിക്കും? അത് a³ പ്ലസ് 3a ആയിരിക്കും. അപ്പൊ എന്താ റിസൾട്ട്? എക്സ് മൈനസ് 1/x എന്നുള്ളത് എ ആണ് എന്നുണ്ടെങ്കിൽ x³ മൈനസ് 1/x³ എന്തായിരിക്കും? x³ മൈനസ് 1/x³ എന്നുള്ളത് a³ പ്ലസ് 3a ആയിരിക്കും. ഇതാ നോക്കിയൊരു ചോദ്യം നോക്കാം. ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ? എക്സ് മൈനസ് 1/x എന്നുള്ളത് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 2 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? x³ മൈനസ് 1/x³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2³ പ്ലസ് 3 ഇൻറ്റു 2 ആയിരിക്കും. 2³ എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 കിട്ടും. 8 പ്ലസ് 6 എത്രയാണ്? 8 പ്ലസ് 6 എന്ന് പറയുന്നത് 14 ആണ്. അതിന്റെ ഒരു ചോദ്യം കൊണ്ട് നോക്കാം നമുക്ക്. അടുത്ത ചോദ്യമാണ് എന്താ? എക്സ് മൈനസ് 1/x 3 ആണെങ്കിൽ x³ മൈനസ് 1/x³ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? x³ മൈനസ് 1/x³ ഈസ് ഈക്വൽ ടു 3³ പ്ലസ് 3 ഇൻറ്റു 3. 3³ എന്ന് എത്രയാണ്? 27 പ്ലസ് 9. 27 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 36 എന്ന് കിട്ടും. ഓക്കെ, ദെൻ അതിൻ്റെ അടുത്തൊരു മോഡലാണ് 12ാമത്തെ മോഡൽ. മോഡലായിട്ട് പഠിക്കാനുള്ള അവസാനത്തെ ഒരു മോഡലാണ്. ആ മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ഫസ്റ്റ് റിസൾട്ടിൻ്റെ മറ്റൊരു ഫോം അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കേ, x⁻1/m ഇൻറ്റു x⁻1/n. രണ്ടേയും ബേസ് സെയിം അല്ലേ? അപ്പോൾ എങ്ങനെ നമ്മളിത് ചെയ്യുന്നേ? ആ ബേസ് അതേപോലെ ഇട്ടിട്ട് പവേഴ്സ് അങ്ങ് ആഡ് ചെയ്താൽ മതി. 1/m പ്ലസ് 1/n കൊടുത്താൽ മതി. അതായത് ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്താണ് എക്സാമ്പിൾ? 2⁵2/5 ഇൻറ്റു 2⁵3/5. എങ്ങനെയാ ചെയ്യുന്നേ? 2⁵2/5 പ്ലസ് 3/5. അതായത് 2 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുക. 5/5 2⁵1. 2⁵1 നിങ്ങൾ എത്ര തന്നെയാണ്? 2 തന്നെയാണ്. ഒരു ചോദ്യം കൂടെ ഉണ്ട്. 3⁴/7 ഇൻറ്റു 3⁵3/7. 3⁴/7 ഇൻറ്റു 3⁵3/7 എന്തായിരിക്കും?
3/4/7 പ്ലസ് 3/7, അതായത് 3/7/7. എത്ര കിട്ടുന്നേ? 3/1. 3/1 എന്ന് പറഞ്ഞാൽ ആൻസർ 3 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയും മോഡലാണ് നമുക്കിവിടെ പറയുന്നത്. നമുക്കിനി കുറച്ച് പ്രതീക്ഷിത ചോദ്യങ്ങൾ നോക്കാം. നമുക്ക് വിഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കിയാൽ എന്താണെന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 4x² the whole cube. 4x² the whole cube. റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം ഏതാണെന്ന്. നമ്മൾ പഠിച്ചില്ലേ AB the whole raised to n. എന്താണ് റിസൾട്ട്? A raised to n into B raised to n. അപ്പോൾ പവർ എന്ത് ചെയ്യണം? നമ്മൾ സെപ്പറേറ്റ് രണ്ടാൾക്കാർക്കും കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എടുക്കാം? 4/3 into x² raised to 3 എന്ന് കിട്ടും. എന്താണ് 4/3 എന്ന് പറഞ്ഞാൽ? 4 into 4 into 4. 4 into 4 16 കിട്ടും. 60 into 4 ചെയ്യുമ്പോഴത്തേക്ക് 64 കിട്ടും. Then ഇത് ഏത് റിസൾട്ടാണ്? ഇത് A raised to ഇത് ഏത് റിസൾട്ടാ? A raised to m the whole raised to n എന്നാൽ A raised to m into n, that is x raised to 2 into 3. എത്ര കിട്ടുന്നത്? x raised to 6. അപ്പോൾ അതിന്റെ ആൻസർ വേണ്ടത് 64x raised to 6. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? 3/n ഈക്വൽ ടു 81 ആയാൽ 3/n എന്ന് പറയുന്നത് 81 ആണ് എങ്കിൽ 5/n-1 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5/n-1. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് n കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുന്നേ? 81 ഞാൻ ഫാക്ടറൈസ് ചെയ്യാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 27 കിട്ടും. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9 കിട്ടും. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കിട്ടും. ദാറ്റ് ഈസ് 3/n എന്ന് പറയുന്നത് 3/4 ആണ്. രണ്ടും ബേസ് സെയിം അല്ലേ? ബേസ് സെയിം ആയതുകൊണ്ട് പവറും സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് എന്നിന്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. ഈ കിട്ടിയ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നേ? 5/4 - 1. ദാറ്റ് ഈസ് 5/3. 5/3 എന്ന് പറഞ്ഞാൽ 5 into 5 into 5. 5 into 5 25 ആണെന്ന് നമുക്കറിയാം. 25 into 5 എടുക്കുമ്പോൾ ആൻസർ എത്ര കിട്ടും? ആൻസർ 125 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഇതിന്റെ ആൻസർ എന്താണ്? ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം. ഇതാ നോക്കിയേ, മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന്. 2/3 plus 2/3 plus 2/3 plus 2/3 equal to 2x ആയാൽ 2/3 plus 2/3 plus 2/3 plus 2/3 equal to 2x ആയാൽ x എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നോർമലായിട്ട് ആലോചിച്ച് നോക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? 2/3 എന്ന് പറയുന്നത് 1 2 3 4 പ്രാവശ്യം കൂട്ടിയിരിക്കുക, ശരിയല്ലേ? ഇപ്പൊ x ആയിരുന്നെങ്കിലോ x 4 പ്രാവശ്യം കൂട്ടുമ്പോൾ നമുക്കറിയാം 4x ആ കിട്ടുന്നത്, 4x ആ കിട്ടുന്നത്. അപ്പോൾ 2/3 4 പ്രാവശ്യം കൂട്ടുമ്പോൾ എന്താ കിട്ടേണ്ടത്? 4 into 2/3 എന്ന് കിട്ടണം. അപ്പോൾ 4 into 2/3 എന്ന് പറയുന്നത് എത്രയാണ്? 2x ആണ്. ഇനി 4 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 4 എന്ന് പറഞ്ഞാൽ 2/2 അല്ലേ? 2/2 into 2/3 എന്ന് പറയുന്നത് 2x ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് A/m into A/n അല്ലേ? A/m into A/n എന്താണ്? A/m+n. ദാറ്റ് ഈസ് 2/5 എന്ന് പറയുന്നത് 2x ആണ്. 2/5 എന്ന് പറഞ്ഞാൽ 2x ആണെങ്കിൽ x ഈക്വൽ ടു എന്താണ്? x ഈക്വൽ ടു 5 എന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? 81/1/4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 81/1/4. അപ്പോൾ നമുക്ക് ആ 81 എന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 81 ഞാൻ എഴുതുക. എങ്ങനെ എഴുതുന്നത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് 27 ആയി. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 9 ആയി. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 കിട്ടി. അപ്പോൾ 81നെ നമുക്ക് എങ്ങനെ എഴുതാം? 81നെ 3/4 എന്ന് എഴുതാം. 3/4 the whole raised to 1/4. A/m the whole raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? A/m into n ആണ്. അപ്പോൾ 3/4 into 1/4 എന്ന് കിട്ടും. 4 കട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുന്നേ? 3/1. 3/1 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 3 തന്നെയാണ്. സോ ഇതിന്റെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ്? അഞ്ചാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നതാണ് A/1/5 എന്ന് പറയുന്നത് 2 ആയാൽ എയുടെ വില എന്താണ്? A/1/5 എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് 2 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. A/1/5 എന്ന് പറയുന്നത് 2 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെ വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം. എങ്ങനെയാണെന്ന്. A/1/5 ഈക്വൽ ടു 2 ആണെങ്കിൽ എളുപ്പമാർഗം എങ്ങനെയാണ്?
എ കാണാനായിട്ട് ഈ 1/5 ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. പവറിനെയാണ് കൊണ്ടുപോകുന്നത്. 1/5 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അത് 2⁵ ആയിട്ട് മാറും. 1/5 അപ്പുറ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? 2⁵ ആയിട്ട് മാറും. 2⁵ എത്രയാണ്? 2, 4, 8, 16, 32. ഇതല്ലെങ്കിൽ മറ്റൊരു ചിന്തിക്കാം. ഓക്കെ, a⁻1/5 എങ്ങനെയാണ് നമ്മൾ എ ആക്കുന്നേ? a⁻1/5 നോക്ക്, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാ? a⁻1/5 = 2. ഈ a⁻1/5 എ ആക്കണമെങ്കിൽ രണ്ട് സൈഡിൽ എന്ത് ചെയ്താൽ മതി? ⁵ എടുത്താൽ മതി. ഇവിടെ ⁵ എടുക്കുമ്പോഴത്തേക്ക് a⁻1/5 എ കിട്ടും, = 2⁵. എത്രയാ? 32. അങ്ങനെ ചിന്തിച്ചാലും മതി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര കിട്ടുന്നത്? ആൻസർ 32 എന്ന് കിട്ടും. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം ഇതാണ്. 25⁻x 25⁻x = 1/5/10 ആയാൽ എക്സിന്റെ വില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. രണ്ടിന്റെയും ബേസ് ഒരേപോലെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഞാൻ ഈ 25 ഇങ്ങനെ എഴുതുക. 25 5² x 25⁻x അല്ലായിരുന്നോ? 5² x = 5⁻−10. എങ്ങനെ കിട്ടി? നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താ, ഈ നെഗറ്റീവ് മാറാൻ വേണ്ടിയാണ് താഴെ കൊണ്ടുപോകുന്നത്. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാലോ, ആ താഴെയുള്ള ടൈമിനെ മുകളിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ പവർ എന്താക്കിയാൽ മതി? നെഗറ്റീവ് ആക്കിയാൽ മതി. റിസൾട്ട് ഏതാ? a⁻−n = 1/a⁻n. ഇനി ഈ ലെഫ്റ്റ് സൈഡ് ഏത് റിസൾട്ട് അപ്ലൈ ചെയ്യും? a⁻m എന്ന് പറഞ്ഞാൽ a⁻mn. അപ്പൊ 5⁻2x = 5⁻−10. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 2x = -10 എഴുതാം. 2x = -10 ആണെങ്കിൽ x = -10/2. അതായത് എന്താണ് ആൻസർ? ആൻസർ -5 ആണ്. സോ ഇതിന്റെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം √x⁻16 ആണ്. √x⁻16 നിങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് എളുപ്പം. x⁻16 ഞാൻ അതേപോലെ എഴുതി. റൂട്ടിന് പകരം നമുക്ക് ⁻1/2 എന്ന് എഴുതാം. റൂട്ടിന് പകരം എങ്ങനെ എഴുതാം? ⁻1/2. ഇപ്പൊ ക്യൂബ് റൂട്ട് ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് എഴുതായിരുന്നു? ⁻1/3 എന്ന് എഴുതായിരുന്നു. ഇത്രയേ ഉള്ളൂ, ആൻസർ ആയി. എന്ത് ചെയ്യാം? a⁻m എന്ന് പറഞ്ഞാൽ a⁻m × n. 16 കൂടെ കട്ട് ചെയ്യുമ്പോൾ 8 കിട്ടും. സോ ആൻസർ എന്താണ്? ആൻസർ x⁸8 ആണ് കിട്ടേണ്ടത്. അടുത്ത എട്ടാമത്തെ ചോദ്യമാണ്. എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 49⁻3 × 49⁻2. 49⁻3 × 49⁻2. a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m + n. 0.2 ആണ്. a⁻m + n. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 49⁻0.5 എന്ന് കിട്ടും. ഈ 49⁻0.5 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? ⁻1/2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? റൂട്ടാണ്. നമ്മൾ ഇവിടെ തിരിച്ചു പറഞ്ഞില്ലേ, റൂട്ട് എന്ന് പറഞ്ഞാൽ ⁻1/2 ആണ്. അതേപോലെ ⁻1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ടാണ്. അപ്പൊ √49 എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 7 ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ എത്ര കിട്ടേണ്ടത്? ആൻസർ കിട്ടേണ്ടത് 7 ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് a⁵5 × a⁻25 × a⁻8 = 1 ആണ് എന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. a⁻5 × a/25 × a/8 = 1 ആണെങ്കിൽ എയുടെ വാല്യൂ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. a × a അത് a³ ആവും. ഡിവൈഡഡ് ബൈ 5 × 25 × 8. അതിൽ 5 × 25 125 ആവും. × 8 ഞാൻ അതേപോലെ എഴുതി = 1. അങ്ങനെ എഴുതാൻ കാരണമുണ്ട്, അതിപ്പം പറയാം. അപ്പം a³ എങ്ങനെ എഴുതാം? 125 × 8 എന്ന് എഴുതാം. ഇനി a³ 125 എന്ന് പറഞ്ഞാൽ 5ന്റെ ക്യൂബാണ്. 10 വരെയുള്ള ക്യൂബുകൾ കാണാൻ പഠിച്ചു വെച്ചേക്കണം. അതേപോലെ 30 വരെയുള്ള സ്ക്വയറും കാണാൻ പഠിച്ചു വെച്ചേക്കണം. 5ന്റെ ക്യൂബാണ്. അതേപോലെ 8 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ എഴുതാം? a³ = 5 × 2 10³ എന്ന് എഴുതാം. പവർ സെയിം അല്ലേ? സോ പവർ എടുത്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ a = 10 കിട്ടും. സോ ഇവിടെ എയുടെ വാല്യൂ എത്രയാണ് കിട്ടേണ്ടത്? എയുടെ വാല്യൂ കിട്ടേണ്ടത് 10 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ 8⁻1/3 × 16⁻3/4. 16⁻3/4.
സിംപ്ലിഫൈ ചെയ്തെടുക്കുക. എങ്ങനെയാ? ഇപ്പോൾ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 4 2 2. അപ്പോൾ 8 വരെ എന്താ എഴുതാം? 2 ക്യൂബ് ദ ഹോൾ റേസ് ടു 1/3 ഇൻറ്റു 16. ഇതേപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ 2 റേസ് ടു 4 ദ ഹോൾ റേസ് ടു 3/4. എ റേസ് ടു എം ദ ഹോൾ റേസ് ടു ചെയ്യുമ്പോഴത്തേക്ക് എ റേസ് ടു എം ഇൻറ്റു എൻ, 3യും 3യും കട്ട് ചെയ്ത് പോകും, ബാക്കി 2 റേസ് ടു 1 കിട്ടും. അതായത് 2 ഇൻറ്റു 2 റേസ് ടു 4 ദ ഹോൾ റേസ് ടു 3/4 ചെയ്യുമ്പോഴത്തേക്ക് 4 കട്ട് ചെയ്ത് പോകും, ബാക്കിയുള്ളത് 2 റേസ് ടു 3. 2 ഇൻറ്റു 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 റേസ് ടു 4. 2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 16. സോ ക്വസ്റ്റ്യൻ ആൻസർ എത്ര വരേണ്ടത്? 16 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 27 റേസ് ടു -1/3 ഇൻറ്റു 32 റേസ് ടു -1/5. നമുക്ക് ചെയ്ത് നോക്കാം. 27 എങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്നത്? 27 എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9, വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടത്തില്ലേ? സോ 27 വരെ ഞാൻ 3 ക്യൂബ് ദ ഹോൾ റേസ് ടു -1/3 ഇൻറ്റു 32. 32 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 5. 2 റേസ് ടു 5 ദ ഹോൾ റേസ് ടു -1/5. ഇവിടെ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നു. 3 കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ കിട്ടുന്നത്? 3 റേസ് ടു -1 ഇൻറ്റു 2 റേസ് ടു -1. 3 റേസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/3. 2 റേസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ 1/3 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1/6 കിട്ടും. സോ ആൻസർ വരേണ്ടത് 1/6 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. ഓപ്ഷൻ എ. 12ാമത്തെ ചോദ്യം നോക്കി എന്താണെന്ന്. 12ാമത്തെ ചോദ്യം പഠിക്കുന്നത് 169 ഈക്വൽ ടു 13 റേസ് ടു x/5. 169 ഈസ് ഈക്വൽ ടു 13 റേസ് ടു x/5 ആണ് എന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ നോക്കേ. ഈ 169 എന്ന് പറഞ്ഞാൽ 13ന്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ 13ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 റേസ് ടു x/5. ബേസ് സെയിം ആയല്ലോ. ബേസ് സെയിം ആണെങ്കിൽ പവറും സെയിം ആയിരിക്കണം. സോ നമുക്ക് എന്ത് പറയാം? x/5 ഈക്വൽ ടു 2 ആയിരിക്കണം. x/5 ഈക്വൽ ടു 2 ആണെങ്കിൽ x ഈക്വൽ എത്ര ആയിരിക്കണം? x ഈക്വൽ ടു 10 കിട്ടണം. സോ ആൻസർ x ഈക്വൽ ടു 10 ആണ്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കേ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x സ്ക്വയർ y റേസ് ടു 4/3. x സ്ക്വയർ y റേസ് ടു 4/3 ദ ഹോൾ റേസ് ടു -3/2. ദ ഹോൾ റേസ് ടു -3/2. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത്? എ ബി ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ അല്ലേ? അതേപോലെ ഈ രണ്ടാൾക്കാർക്കും സെപ്പറേറ്റ് പവർ കൊടുക്കുക. അപ്പോൾ എന്ത് എഴുതാം? x സ്ക്വയർ റേസ് ടു -3/2 ഇൻറ്റു y റേസ് ടു 4/3 ഇൻറ്റു -3/2. രണ്ടാൾക്കാർക്കും സെപ്പറേറ്റ് പവർ കൊടുത്തു. ദെൻ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ, എ റേസ് ടു എം എൻ അല്ലേ? ഇവിടെ 2 കട്ട് ചെയ്ത് പോവും. ബാക്കിയുള്ളത് x റേസ് ടു -3 ഇൻറ്റു ഇവിടെ എന്താ കിട്ടുന്നത്? ഇവിടെ വരുന്നത് y റേസ് ടു 4/3 ഇൻറ്റു -3/2 എന്നാ വരണ്ടേ? 3 കട്ടായി പോവും. 2ഉം 4ഉം കട്ടായി പോവും. 2 കിട്ടും. y റേസ് ടു -2. അപ്പോൾ x റേസ് ടു -3 ഇൻറ്റു y റേസ് ടു -2 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താണത്? അത് 1/x³ y² ആണ്. 1/x³ y². അപ്പോൾ 13ന്റെ ആൻസർ വരേണ്ടത് സി ആണ്. 13ന്റെ ആൻസർ വരേണ്ടത് എന്താണ്? സി ആണ്. 14ാമത്തെ ചോദ്യം നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞൊരു മോഡൽ തന്നെയാണ്. 32 + 32 + 32 + 32 ഈക്വൽ ടു 4x ആയാൽ x എത്രയാണെന്ന്. 32 എത്ര പ്രാവശ്യം ആഡ് ചെയ്തേക്കുന്നത്? 4 പ്രാവശ്യം ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഇവിടെ 32 4 പ്രാവശ്യമല്ലേ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എഴുതാം 4 × 32. 4 × 32 എന്ന് പറയുന്നത് 4x ആണ്. 4 × 32 എന്ന് പറയുന്നത് എന്താണ്? 4x ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ 4 × 32 ഈക്വൽ ടു ഇവിടെ എഴുതാം 4 × 32 ഈക്വൽ ടു 4x എന്ന് എഴുതിയിട്ടുണ്ട്. 4 × 32 ഈക്വൽ ടു 4x എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നല്ല എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇത് രണ്ടിനെ ഞങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. അതായത് ഇവിടെ 4ന് പകരം ഞാൻ 2² എന്ന് എഴുതി ഇൻറ്റു 32ന് പകരം 2⁵ എന്ന് എഴുതി
ഈക്വൽ ടു 4ന് പകരം 2 സ്ക്വയർ ദ ഹോൾ റേസ് ടു എക്സ് എന്ന് എഴുതി. അപ്പോൾ ഇവിടെ 2 സ്ക്വയർ ഇൻറ്റു 2⁵ എന്ന് പറഞ്ഞാൽ 2�7. 2�7 ഈക്വൽ ടു 2⁴ എന്ന് കിട്ടും. രണ്ട് ബേസ് സെയിം അല്ലേ? ബേസ് സെയിം ആണെങ്കിൽ പവറും സെയിം ആയിരിക്കും. അപ്പോൾ പവർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2x ഈക്വൽ ടു 7 കിട്ടും. 2x ഈക്വൽ ടു 7 ആണെങ്കിൽ x ഈക്വൽ ടു എന്ത് കിട്ടും? x ഈക്വൽ ടു 7/2 കിട്ടും. ഓക്കെ, അടുത്ത രണ്ട് മോഡൽ നമ്മൾ പഠിച്ച അതേ മോഡൽ തന്നെ. എന്താ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. x പ്ലസ് 1/x 4 ആണെങ്കിൽ x² പ്ലസ് 1/x² എന്തായിരിക്കും? 4² മൈനസ് 2 ആയിരിക്കും. 4² 16 അല്ലേ? 16 മൈനസ് 2. 16 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടേണ്ടത്? 14 എന്നാണ് കിട്ടേണ്ടത്. ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്താൽ മതി. അടുത്തുണ്ടോ x മൈനസ് 1/x 5 ആണെങ്കിൽ x² പ്ലസ് 1/x² എന്തായിരിക്കും? 5² പ്ലസ് 2 ആയിരിക്കും. 25 പ്ലസ് 2. 25 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 27 ആണ് ആൻസർ കിട്ടേണ്ടത്. 27. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. എന്താണ് ചോദ്യം? x മൈനസ് 1/x 4 ആണെങ്കിൽ x³ മൈനസ് 1/x³ എന്തായിരിക്കും? a³ പ്ലസ് 3 എന്നല്ലേ നമ്മൾ റിസൾട്ട് പഠിച്ചത്. അപ്പോൾ 4³ പ്ലസ് 3 ഇൻറ്റു 4. 4³ എത്രയാ? 14 64 പ്ലസ് 12 എത്രയാണ്? 76. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ടുള്ളത്. ഓപ്ഷൻ എ ആൻസർ ആയിട്ട് കിട്ടണം. അടുത്തത് x പ്ലസ് 1/x തന്നിട്ടുണ്ടെങ്കിൽ x³ പ്ലസ് 1/x³ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ ഇക്വേഷൻ a³ മൈനസ് 3a എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ 4³ മൈനസ് 3 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 64 മൈനസ് 12. 64 മൈനസ് 12 എന്ന് പറഞ്ഞാൽ 52. അപ്പോൾ അതിൻ്റെ ആൻസർ വരേണ്ടത് 52 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൂട്ട് 15⁴ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൂട്ട് 15⁴ നമ്മൾ എങ്ങനെ എഴുതാം? 15⁴ ദ ഹോൾ റേസ് ടു 1/2. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ റൂട്ട് എന്ന് പറഞ്ഞാൽ റേസ് ടു 1/2 ആണെന്ന്. അപ്പോൾ അതിനെങ്ങനെ മാറ്റി എഴുതാം? 15⁴ ഇൻറ്റു 1/2. ഇതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. ദാറ്റ് ഈസ് 15ന്റെ സ്ക്വയർ. 15ന്റെ സ്ക്വയർ എത്രയാണ്? 225 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അടുത്ത ലാസ്റ്റ് ചോദ്യം എന്താണ്? 3² ദ ഹോൾ സ്ക്വയർ. 3² ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3⁴ ഇൻറ്റു 3⁻⁴ ദ ഹോൾ റേസ് ടു 4. 3⁻⁴ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1⁴ 1 തന്നെ. ഡിവൈഡഡ് ബൈ 27⁴. നമുക്കറിയാം 27 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 9 3 എന്നല്ലേ കിട്ടേണ്ടത്. അപ്പോൾ 27 എന്ന് പറഞ്ഞാൽ എന്താണ്? 3⁻³ ദ ഹോൾ റേസ് ടു 4 എന്ന് കിട്ടും. അപ്പോൾ 3⁻⁴ മുകളിൽ, താഴെ a⁻m ദ ഹോൾ റേസ് ടു എന്ന് പറഞ്ഞാൽ a⁻m ഇൻറ്റു n, അതായത് 3⁻12 എന്നാണ് വരേണ്ടത്. 3⁻12 ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 3⁻4 മൈനസ് 12. 3⁻4 മൈനസ് 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3⁻−8. 3⁻−8 എന്ന് പറഞ്ഞാൽ 1/3⁸. ഇതാണ് ആൻസർ വേണ്ടത്. 1/3⁸ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. 2017 തൊട്ട് ബാക്കിലോട്ട് 2003 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്രയും ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. അത് ചെയ്തിട്ട് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.